സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദ പെരുമഴയ്ക്കിടെ നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കും. പരസ്പരം ഏറ്റുമുട്ടാൻ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വിഷയങ്ങൾ നിരവധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന ആയുധം. പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനങ്ങൾ ഉയർത്തി പ്രതിപക്ഷം പ്രതിരോധം തീർക്കും. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ നേരത്തെ PV അൻവർ ഇരുന്ന ബ്ലോക്കിലായിരിക്കും സ്ഥാനം. സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാവുക. എന്നാൽ ഇത്തവണ ചില മാറ്റങ്ങളുണ്ട്. കട്ടയ്ക്ക് കട്ട എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തുറുപ്പ്. രാഹുൽ എത്തിയാൽ ഇതുവരെ ഉയർന്ന സർവ്വ ആരോപണങ്ങളും എടുത്ത് സഭാരേഖകളിൽ എത്തിക്കാനാണ് CPM തീരുമാനം. ഒരു പരിധി വിട്ട് രാഹുലിനെ കോൺഗ്രസ് പ്രതിരോധിക്കില്ല എന്ന ബോധ്യവും CPMനുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയ പശ്ചാത്തലത്തിൽ രാഹുൽ സഭയിലെത്തിയാൽ PV അൻവർ നേരത്തെ ഇരുന്ന പ്രത്യേക ബ്ലോക്കിൽ ഇരിക്കേണ്ടി വരും. പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് UDFന്റെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നായിരുന്നു കത്ത് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ തീരുമാനമെടുക്കും. എന്നാൽ രാഹുലിനെ കടന്നാക്രമിക്കാൻ CPM തീരുമാനിച്ചാൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിരോധം തീർക്കാൻ സാധ്യത കുറവാണ്. അതേസമയം M മുകേഷിനും AK ശശീന്ദ്രനും എതിരായ ആരോപണങ്ങൾ ഉയർത്തി പാർട്ടിക്ക് UDF അംഗങ്ങൾ പ്രതിരോധം തീർത്തേക്കും. പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ മറ്റൊരു ആയുധം. ഇതുവരെ മൗനം തുടർന്ന മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞേക്കും. അയ്യപ്പ സംഗമവും തൃശൂരിലെ ശബ്ദരേഖ വിവാദവും എല്ലാം സഭയിൽ ഉയർന്നുവരും. വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന നിയമ ഭേദഗതി ബില്ലടക്കം പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ സഭയിലെത്തുന്നുണ്ട്. ഒക്ടോബർ 10 വരെയാണ് സഭ ചേരുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.